ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാല കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുലാവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടുന്നത് ഈ വെർമസലിയാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വറുത്ത വെർമസലി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വറുത്തതല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് കോണാണ്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ ക്യാരറ്റ്, പച്ചപ്പട്ടാണിയാണ്. അത് കൂടാതെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ കണ്ട് വല്ലാണ്ട് ഡാർക്കായിട്ട് പോവും. അപ്പം നമുക്ക് ടേസ്റ്റിനായിട്ട് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല കളറിലിരുന്നെങ്കിൽ കഴിക്കില്ല. അപ്പോൾ ആർക്ക് അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ ഞാനിപ്പോൾ ഒരു 6-7 കാഷ്യൂനട്ട് കൂടി എടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ പച്ചക്കറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കളർഫുള്ളായിരിക്കും, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് ക്യാരറ്റോളം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. അപ്പോൾ നമ്മൾ എടുക്കുന്നതൊക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതേപോലെ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ സവാളയുടെ പാതി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഈ നെയ്യിൽ നമുക്കിത് വറുത്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നിടം വരെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതേ പാനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടാണ്ട് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അതൊന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമുക്ക് പച്ചമുളകും അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതിനൊരു ചെറിയ വേവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഫ്രോസൺ ആണ്, അപ്പോൾ ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതാണെങ്കിൽ ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചില പച്ചപ്പട്ടാണിക്ക് നല്ല വേവ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വേവിച്ച പോലും ഒരു 2-3 വിസിലൊക്കെ കേട്ടാലും വെന്ത് കിട്ടാത്ത ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പട്ടാടിയുടെ വേവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് 2 മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്ന് വെന്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചക്കറിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ മസാലയൊക്കെ ഈ പച്ചക്കറികളിലൊന്ന് പിടിക്കുന്നതിന് മാത്രം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. സോയാ സോസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അത് കൂടാണ്ട് 1/2 ടീസ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല നിങ്ങൾ സോസ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ മസാല ചേർത്തതിന് ശേഷം തക്കാളി നരച്ചെടുത്ത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെർമസലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1 കപ്പ് വെർമസലിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് വെർമസലി ഇട്ട് കൊടുക്കാം. വെർമസലി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാൽ നമ്മൾ മസാലയിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ വേവ് ഉണ്ടോ എന്ന് നോക്കുക. വേവ് കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അധികം വേവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വറക്കണ അനുസരിച്ച് മസാലയുടെ വേവിൽ വ്യത്യാസം വരും. അപ്പോൾ വേവ് ഉണ്ട് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കൽ, നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതേ രീതിയിൽ ഇളക്കിയെടുത്ത് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നല്ല സ്റ്റിക്കി ആയിട്ടില്ല. നല്ല ഓരോ മസാലയും വിട്ട് വിട്ട് തന്നെ കിട്ടും നമ്മൾ വറുത്തെടുക്കുന്ന കാരണം. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇപ്പം ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ പുറത്ത് തൂക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ, കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ നമുക്ക് കഴിച്ചു നോക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ വെർമസലി പുലാവ് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേനും ഇന്ന് ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തു വിടണമെന്ന് വീട്ടമ്മമാർക്ക് എന്നും കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.